വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ഡിസ്കൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. SMCയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗുഡ് എൻട്രി എപ്പോഴും നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് ഒരു ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മൾ ഒരു ബുള്ളിഷ് എൻട്രി പോയിട്ട് പ്രീമിയം ഏരിയയിൽ നമ്മൾ പ്ലേസ് ചെയ്യരുത്. അതേപോലെ ഒരു ബെയറിഷ് എൻട്രി പോയിട്ട് തിരിച്ച് നമ്മൾ പ്ലേസ് ചെയ്യരുത്. അതപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രീമിയം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതൊരു ബുള്ളിഷ് സ്ട്രക്ചറാണ്. ഈ ബുള്ളിഷ് സ്ട്രക്ചറിൽ നമ്മൾ ഒരു സ്വിങ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ട്രക്ചറിൽ ഒരു സ്വിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് ടു ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് ഒരു സ്വിങ് ആയിട്ട് എടുക്കാം. അതേപോലെ തന്നെ ബെയറിഷ് സ്ട്രക്ചറിൽ നമുക്ക് ഈ ഒരു പോയിൻ്റ് തൊട്ട് ഈ ഒരു പോയിൻറ്റിനെ നമുക്ക് ബെയറിഷ് സ്ട്രക്ചറിലെ ഒരു ഏരിയ ആയിട്ടെടുക്കാം. പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ഈ രണ്ട് ഏരിയാസിനെ ആയിരിക്കണം. അപ്പോൾ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ബുള്ളിഷ് എൻട്രി പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും ഒരു ഡിസ്കൗണ്ട് ഏരിയയിലായിരിക്കണം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ബുക്കിൽ വല്ലതും എഴുതി വയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുക. അതേപോലെ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ എപ്പോഴും പ്രീമിയം ഏരിയയിൽ നിന്ന് ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക. മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ ഡിസ്കൗണ്ട് ഏരിയയിൽ നിന്ന് ബൈ ചെയ്യാൻ നോക്കുക. മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ പ്രീമിയം ഏരിയയിൽ നിന്ന് ബൈ ചെയ്യാൻ നോക്കുക. അത് നമുക്ക് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് ഏരിയയെ പറ്റി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് അറിയാം. ആദ്യം നമുക്ക് നോർമൽ ഒരു പാത്ത് വരച്ച് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ബുള്ളിഷ് സ്ട്രക്ചർ അല്ലേ. ബുള്ളിഷ് സ്ട്രക്ചറിൽ നമ്മൾ എപ്പോഴും ഫിബ് എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെ പോയിൻ്റ് നമ്മൾ മൈൻഡിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നില്ല. അപ്പോൾ ആ രണ്ട് പോയിൻ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പോയിൻ്റ് പ്രീമിയം ഡിസ്കൗണ്ടായിട്ട് കാണാൻ പറ്റും. ഇത് രണ്ടും ഒരു പോയിൻ്റ് എന്ന് പറയാം. ഇതും ഒരു പ്രീമിയം ഡിസ്കൗണ്ട് പോയിൻ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഫിബ് ടൂൾ എടുത്തിട്ട് ഈ ഒരു ലോയിൽ നിന്ന് എപ്പോഴും ഈ ഒരു ഹൈയിലേക്ക് നിങ്ങൾ മാർക്ക് ചെയ്യുക അല്ലേ. എപ്പോഴും ഈ ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൻ്റെ പ്രീമിയം ഏരിയ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? ബുള്ളിഷ് സ്ട്രക്ചറിൻ്റെ പ്രീമിയം ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരിക്കലും ബുള്ളിഷ് സ്ട്രക്ചറിൻ്റെ പ്രീമിയം ഏരിയയിൽ നിന്ന് ബൈ ചെയ്യാൻ ശ്രമിക്കരുത്. ബുള്ളിഷ് സ്ട്രക്ചറിൻ്റെ എപ്പോഴാണോ ഡിസ്കൗണ്ട് ഏരിയയിൽ മാർക്കറ്റ് വരുന്നത് അപ്പോൾ ബൈ ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നു കഴിയുമ്പോൾ മാത്രം നിങ്ങൾ ബൈ ചെയ്യുക. അതേപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ ഈ ഒരു ലോട്ട് ഈ ഒരു ഹൈ വരെ ഇതതിൻ്റെ പ്രീമിയം ഏരിയ ആണ്. നിങ്ങൾ ബുള്ളിഷ് സ്ട്രക്ചർ ആണെന്ന് വിചാരിച്ച് ഒരിക്കലും ഈ ഒരു ടൈമിൽ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ അടുത്ത് എന്തായാലും ഈ ഹൈ ടേക്ക് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ ബൈ ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളെപ്പോഴും ഒരു ഡിസ്കൗണ്ട് ഏരിയ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഡിസ്കൗണ്ട് ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങളുടെ നിങ്ങളുടെ എൻട്രി പ്ലേസ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ വേണം എപ്പോഴും നിങ്ങൾ എൻട്രി പ്ലേസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കുറച്ച് ലൈവ് ചാർട്ട് എക്സാമ്പിൾസിലോട്ട് പോകാം. ഇത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബെയറിഷ് സ്ട്രക്ചറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് കിട്ടിയൊരു നല്ലൊരു എൻട്രിയുടെ ഒരു എക്സ്പ്ലനേഷനോട് കൂടി നമുക്ക് പ്രീമിയം ഡിസ്കൗണ്ട് നമുക്ക് എൻഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ മാപ്പിംഗ് ഒന്ന് മാറ്റിത്തരാം. ഇത് ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി വരച്ചതാണ്. നമ്മൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ഏരിയയിലാണ്. ക്ലോസ് ചെയ്ത് ഈ ഒരു ഏരിയയാണ്. വിക്ക് ഇത്രയും ട്രാവൽ ചെയ്തു. നമ്മൾ ഇവിടുന്ന് മാപ്പ് ചെയ്ത് തുടങ്ങുന്നു. ഇങ്ങനെ തന്നെ മാപ്പ് ചെയ്താൽ ഇവിടെ മാർക്കറ്റ് വന്നു. അതിനുശേഷം ഇവിടെ മാർക്കറ്റ് പോയി. ഈ ലോയെ മാർക്കറ്റ് ടേക്ക് ചെയ്തോ? യെസ്, ടേക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ വ്യൂ ബെയറിഷ് ആവണമെങ്കിൽ എന്ത് വേണം?
നമ്മുടെ വ്യൂ ബെയറിഷ് ആവണമെങ്കിൽ മാർക്കറ്റ് ഈ ഏരിയയെ ടേക്ക് ചെയ്യണം. താഴോട്ട് മാർക്കറ്റ് ഇവിടുന്ന് മുകളിൽ പോയിട്ട് ഒരു ഡിസ്കൗണ്ട് ഒരു പ്രീമിയം ഏരിയയിലോട്ട് പോയിട്ട് മാർക്കറ്റ് ഈ ലോ ടേക്ക് ചെയ്യണം. എന്നാലേ നമ്മുടെ വ്യൂ ബെയറിഷ് ആകത്തുള്ളൂ. പക്ഷേ എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് ഇവിടുന്ന് സൈഡ് വേസ് ആയി അല്ലേ? കാരണം സൈഡ് വേസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറയും? ഇത് നിങ്ങൾ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഈ രണ്ട് സ്വിങ്ങിനുള്ളിൽ മാർക്കറ്റ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ മാർക്കറ്റിനെ സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയാം. അവിടെ നമ്മൾ ട്രേഡ് ഒന്നും പഞ്ച് ചെയ്യാതിരിക്കുക. മനസ്സിലായില്ല? മാർക്കറ്റ് ഇവിടെ വരുന്നു, ഇങ്ങനെ വരുന്നു, ഇത് ബ്രേക്ക് ചെയ്യാനേ ബ്രേക്ക് ചെയ്യാനേ ശ്രമിക്കുന്നില്ല. ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽസ് പോലും ഇവിടുന്ന് അടുത്തോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇതിങ്ങനെ ഇങ്ങനെ വരുന്ന ക്യാൻഡിൽസ് അല്ല, സ്ട്രോങ് ക്യാൻഡിൽസ് എന്ന് പറഞ്ഞാണ്ട് ഇവിടെയൊക്കെ കയറിയില്ല. കണ്ടോ, ഇതൊരു സ്ട്രോങ് ക്യാൻഡിൽസ് ആണ്. അതേപോലെ തന്നെ ഇതൊക്കെ വീക്ക് ക്യാൻഡിൽസ് അല്ലേ? ഇതൊക്കെ വീക്ക് ക്യാൻഡിൽസ് അല്ലേ? വേണ്ട, ഇതൊക്കെ സ്ട്രോങ് ക്യാൻഡിൽസ് അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ക്യാൻഡിൽസ് ഒന്നും അവിടെ ആ ബ്രേക്ക് ചെയ്യുന്നത് കണക്ക് നമുക്ക് കാണിക്കുന്നില്ല അല്ലേ? ഇവിടെങ്ങും ഈ ഒരു ഏരിയയിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ ട്രേഡ് ഇല്ല, നമ്മൾ ജസ്റ്റ് അവിടെ നിൽക്കുക. നമുക്ക് എപ്പോഴൊക്കെയാണ് ഈ ട്രേഡ് വരുന്നത്? നമുക്ക് ഒന്നുകിൽ ഈ ഹൈ ടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബുള്ളിഷും ഈ ലോ ടേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെയറിഷ് വ്യൂയിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾക്കൊന്ന് എറേസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ മാർക്കറ്റ് പിന്നെ എന്ത് ചെയ്തു? മാർക്കറ്റ് നമ്മൾ പറഞ്ഞത് കണക്ക് ഈ ഹൈ ഒരു നല്ല മൂവ്മെൻറ്റോടു കൂടി മാർക്കറ്റ് ബ്രേക്ക് തന്നു. അപ്പോൾ നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? നമുക്കപ്പോൾ ഇനി ഇവിടുത്തെ റേഞ്ച് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കുക. നമുക്കപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് റേഞ്ച് കിട്ടിയത്? നമ്മൾ ഹൈലൈറ്റർ എടുത്ത് ഞാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് തൊട്ട് ഇവിടം വരെ അല്ലേ? നമ്മൾ ഫിബ് ടൂൾ എടുക്കുക, ഈ ഡൗൺ തൊട്ട് ഹൈ വരെയുള്ള എടുക്കുക. മാർക്കറ്റ് ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നു ഇല്ലേ? ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നപ്പോൾ നമ്മൾ അവിടെ നമുക്കൊരു എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട് ഏരിയയുടെ താഴെ വരെ നമ്മൾ സ്റ്റോപ്പ് ലോസ് നോക്കണ്ട. നമ്മൾ ജസ്റ്റ് ഈ റിവേഴ്സായി പോയ ക്യാൻഡിലിൻ്റെ തൊട്ട് താഴത്തെ ക്യാൻഡിൽ, ഈ ക്യാൻഡിലോ അല്ലെങ്കിൽ ഈ ക്യാൻഡിലോ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഈ ക്യാൻഡിൽ തന്നെ വെക്കാം അല്ലേ? എന്നിട്ട് നമുക്ക് എത്ര 1:2 ടാർഗറ്റ് നമുക്ക് ഈസിലി അക്കോംപ്ലിഷ് ആവുമെന്ന് നോക്കാം. 1:2 ഈസിലി അക്കോംപ്ലിഷ് ആവും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രീമിയം ഏരിയയുടെ ഹൈ എന്തായാലും നമുക്കറിയാം മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ ഈ ഹൈ ടേക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ഹൈ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം. നല്ലൊരു എൻട്രി അല്ലായിരുന്നു ഇന്ന് കിട്ടിയത് അല്ലേ? അപ്പോൾ അതാണ് പ്രീമിയം ഡിസ്കൗണ്ട് വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല എൻട്രികൾ പ്ലേസ് ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മാക്സിമം സൈഡ് വേസ് മാർക്കറ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ട്രെൻഡിങ് മാർക്കറ്റിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്നത് ഓപ്ഷൻസ് ട്രേഡിംഗ് ആണ്. ഓപ്ഷൻസിൽ നമ്മൾ മാക്സിമം ട്രെൻഡിങ് പോയിൻറ്റ്സിൽ മാത്രം എൻട്രി പ്ലേസ് ചെയ്യുക. സൈഡ് വേസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് തീട്ടാടിക്ക് കാരണം നമ്മുടെ സ്ട്രൈക്കിൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അൾട്ടിമേറ്റ് എയിം ഓഫ് ദ സ്ട്രൈക്ക്, ഔട്ട് ഓഫ് ദ മണി സ്ട്രൈക്കിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ അത് സീറോയിലോട്ട് പോവുകയെന്നാണ്. അപ്പോൾ നമ്മൾ അത് ഓർത്തിട്ട് നമ്മൾ എക്സാക്റ്റ് മാർക്കറ്റ് എവിടെ നിന്ന് മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവോ ഇല്ലെങ്കിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ് എവിടെ നിന്ന് മാർക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് കണ്ടുപിടിക്കുക. അവിടെ മാത്രം നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യുക. നിങ്ങൾക്ക് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോറക്സിൽ മാറാം. ഫോറക്സിൽ നിങ്ങൾക്ക് എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പ്രശ്നവും നിങ്ങൾക്ക് കിട്ടത്തില്ല. കാരണം അവിടെ നമുക്ക് തീറ്റാടിക്കുക അങ്ങനെയൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു ടൈം തൊട്ട് ഇത്രയും ടൈമിൽ മാർക്കറ്റ് ഡൗൺ വന്നാലും ഇമാജിൻ ചെയ്യുക, മാർക്കറ്റ് ഈ സൈഡ് വേസ് ഈ ഒരു ഏരിയയിൽ കിടന്ന് മാർക്കറ്റ് സൈഡ് വേസ് അടിച്ചാൽ പോലും നിങ്ങൾക്ക് അവിടെ ഡി കെ വരാനില്ല. കാരണം നിങ്ങൾ അവിടെ ഫോറക്സ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവിടെ ഡി കെ ഒന്നുമില്ല. നമ്മൾ ഓപ്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സാക്റ്റ് റിവേഴ്സിങ് പോയിൻറ്റ്സിൽ മാത്രം നമ്മൾ എൻട്രി പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓക്കെ ഗൈസ്, ബൈ.